Praise the Lord. Today I was praying as to what to share from God's word. And we usually like to share from the good characters in the Bible. നമ്മൾ ബൈബിളിലുള്ള നല്ല കഥാപാത്രങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഷെയർ ചെയ്യണം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളത്. But even the characters who didn't do so well, they have been written down so that we can learn from their mistakes. അങ്ങനെ നല്ലതായിട്ടല്ലാത്ത കഥാപാത്രങ്ങളിൽ കൂടെ പോലും അതും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട്. That's why in 1 Corinthians 10 it says that these have been written down as a warning for us. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു വാർണിംഗ് ആയിട്ട് ഇത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് അവിടെ പറഞ്ഞു. 1 കൊരിന്ത്യരിൽ പറഞ്ഞിട്ടുണ്ട്. Acts chapter 1. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം verse 15 to 20. അതിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരമായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവൃത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായി വീണ് നടുവെ പിളർന്ന് അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. അത് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകുന്നുണ്ട്. ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനിലം എന്നർത്ഥമുള്ള അക്കനദാമ എന്ന പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിൽ ആരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിൽ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കും. Probably one of the most despised characters in the New Testament is Judas. പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രമാണ്, ഒരു വ്യക്തിയാണ് യൂദ. Whenever Judas is mentioned, even before he betrayed, he's always mentioned as Judas the betrayer. യൂദാസ് ഒറ്റുകൊടുത്തതിന് മുമ്പ് തന്നെ നമുക്ക് പലപ്പോഴായിട്ടും കാണാൻ സാധിക്കുന്നത് ഒറ്റുകാരനായ യൂദ എന്നാണ്. And when the other Judas is mentioned, they mention it as Judas, not Iscariot, means to make sure that you don't mix them up. മറ്റു സ്ഥലങ്ങളിൽ ഇസ്കറിയോത്ത് അല്ലാത്ത യൂദ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ തമ്മിൽ തെറ്റിദ്ധരിക്കാതിരിക്കുവാനായിട്ട്. Even when we read, the letter that Jude wrote, right? Jude, Revelation. He's actually Judas, but they shortened his name so that you're not confused with Judas. നമ്മൾ അവസാനത്തെ പുസ്തകങ്ങളായ യൂദ നോക്കുമ്പോൾ അത് ജൂഡസ് എന്നല്ല, ജൂഡ് എന്ന് എഴുതിയ ഷോർട്ട്, അത് ചെറുതാക്കിയാണ് പേര് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് അതൊരു കൺഫ്യൂഷൻ, സംശയം തോന്നാതിരിക്കാനായി. And even though there were other Judases, I don't think there's anybody who names their children Judas. അതുപോലെ പല യൂദയെ പറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ആരെയും അവരുടെ മക്കൾക്ക് യൂദ എന്ന് പേരിടുന്നുണ്ട്. We can say these are Judas, this is the other Judas. നമുക്ക് വേണം പറയാം ഇത് ആ യൂദയല്ല, ഇത് വേറെ യൂദയാണ്. So that is how much scorn that this supposed disciple has brought to his name. അത്രമാത്രം ഒരു നാണക്കേട്, അത്രമാത്രം ഒരു വെറുപ്പാണ് ഈ ശിഷ്യൻ തന്റെ പേരിന് വരുത്തിയത്. And at the end of the day, it's you can do 1,000 things right, but if you do one wrong thing, you are remembered for that wrong thing. നമ്മൾ 1000 നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ദിവസം നമ്മൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഓർക്കുന്ന ആ ഒരു ചെയ്ത തെറ്റിന്റെ പുറത്തായിരിക്കും. And how do we relate to Judas today? നമ്മൾക്ക് എങ്ങനെ
യൂതയുടെ ആ ഒരു കാര്യം, യൂതയുടെ ജീവിതമായിട്ട് നമുക്ക് ഇന്ന് എങ്ങനെ അതൊന്ന് താരതമ്യപ്പെടുത്താൻ പറ്റും? Is it possible for us to betray Jesus today? നമുക്ക് ദൈവത്തെ, യേശു കർത്താവിനെ നമുക്ക് ഒറ്റ കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റുമോ? And Jesus is not there physically with us right now as he was there in front of Judas. യേശു കർത്താവ് യൂദയുടെ മുമ്പിൽ ഒരു ശാരീരികമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നിന്നതുപോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഇല്ല. But we can still in different ways betray Jesus through our life. എന്നാൽ പോലും നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ദൈവത്തെ, യേശു കർത്താവിനെ നമുക്ക് ഒറ്റ കൊടുക്കുവാനായിട്ട് സാധിക്കും. By the way that we interact with others, by the way that we interact with the church, we can betray Jesus. നമ്മൾ സഭയിലുള്ളവരോട് ഇടപെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിൽ, അതിലൂടെ ഒക്കെ നമുക്ക് യേശു കർത്താവിനെ ഒറ്റ കൊടുക്കുവാനായിട്ട് ഇടയാവും. In Matthew 24 verse 10, Matthew 24 verse 10, it talks about the last days. It talks about how many will fall away and will betray one another. മത്തായിയുടെ സുവിശേഷം 24:10 പലരും വിട്ടകന്ന് ഒറ്റ കൊടുക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. And just like there was a prophecy about how Judas would betray Jesus, this is the prophecy about the last days, that many will betray one another. അവസാന നാളുകളിൽ എല്ലാവരും അവരെ തമ്മിൽ ഒറ്റ കൊടുക്കും എന്നുള്ള ആ ഒരു പ്രവചനമാണ് ഇവിടെ പറയുന്നത്. And we see this happening even now, where where people betray one another, even in the church, even in the body of Christ. Even ഈ സഭയിലും ക്രിസ്തു ശരീരത്തിൽ എല്ലാം അങ്ങനെ ആ സഭയിലെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും ഒരാൾ മറ്റൊരാളെ ഒറ്റ കൊടുക്കുന്നതായിട്ട്. We hear about false cases, we hear about things happening where people are wrongly accused, people are betrayed, and it is happening even today. തെറ്റായിട്ടുള്ള കേസ് കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ ആരെങ്കിലും വഞ്ചിക്കുകയും അങ്ങനെയുള്ള പല കാര്യങ്ങൾ അത് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്. We see many putting the gospel to disrepute so that they can have their own way. പലരും സുവിശേഷത്തെ തന്നെ അവരുടെ രീതി മുമ്പോട്ട് പോകാനായിട്ട് അവർ സുവിശേഷത്തെ തന്നെ ഉപയോഗിക്കാറുണ്ട്. So how these are ways in which we can betray Christ today. ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് ദൈവത്തെ, യേശു കർത്താവിനെ നമുക്ക് ഒറ്റ കൊടുക്കുവാനായിട്ട്. Betrayal is basically you're aligning with the enemies. You're aligning with the enemy of Christ and taking their agenda forward. ഒറ്റ കൊടുക്കുക എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ശത്രുവിന്റെ ആ ഉദ്ദേശത്തിനോട് നമ്മൾ യേശു പറഞ്ഞ അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. But we see that God in his power and sovereignty, that even through betrayals he can work out his purpose. പക്ഷെ ദൈവം, ശക്തിമാനായ ദൈവത്തിന് ആ ഒരു ഒറ്റ കൊടുത്ത സാഹചര്യം വന്നെങ്കിൽ പോലും ദൈവം അതിലൂടെ ദൈവത്തിന്റെ പദ്ധതി നിറവേറും. And the loser is always the one who has chosen to go down the path of betrayal. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുന്നത് ആരാണെന്ന് വെച്ചാൽ ആ ഒറ്റുകാരൻ എന്ന നിലയിൽ ജീവിച്ചു പോയ ആൾക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. Philippians chapter 3 verse 18 and 19. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം 8-9 വാക്യം. Here we see Paul is distressed and he's crying. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ താൻ അവിടെ വളരെയധികം വേദനിക്കുകയും കരയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. And he says, for as I have told you before and now say again, even with tears, many live as enemies of the cross of Christ. Their end is destruction, their God is their belly, and their glory in their shame. അതിൽ 18-19 വാക്യം ഇങ്ങനെ കാണുന്നു. ഞാൻ പലപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിൻ ശത്രുക്കളെ നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ടും പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവമാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. Paul saying with tears that many live as enemies of the cross of Christ. പൗലോസ് അപ്പോസ്തലൻ താൻ കണ്ണുനീരോടെ പറയുകയാണ്, അനേകരും യേശു കർത്താവിന്റെ ക്രൂശിനെ
ശത്രുക്കളായിട്ട് അവർ ജീവിക്കുകയാണ്. And he's not crying because God's work is going to be destroyed. He's crying for those who have chosen the path of destruction. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്നു പോകുന്ന ഓർത്തിട്ടല്ല താൻ കരയുന്നത്, പകരം മറ്റുള്ളവർ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ അവർ നശിച്ചു പോകുന്നുള്ള ഓർത്ത് അതിനായിട്ടാണ് കരയുന്നത്. He says their end is destruction, their God is their belly and their glory in their shield. അവിടെ പറയുന്നത് അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർ മാനം തോന്നും. Living just to fulfill their own cravings and desires. അവർ ജീവിക്കുന്നത് അവരുടെ ആഗ്രഹം പൂർത്തി വരുത്തുവാനായിട്ട് മാത്രമാണ്. And minds that are set on earthly things. അവരുടെ മനസ്സ് ഭൂമിയിലുള്ളത് മാത്രമാണ് ചിന്തിക്കുന്നത്. In 1 John chapter 2 verse 18 and 19. 1 യോഹന്നാൻ 2-ാം അധ്യായം 18-19 വാക്യം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാവുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എങ്കിലും നമ്മൾക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. Here it talks about the time when many Antichrists have come. Many will come in the spirit of the Antichrist. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനേകരും എതിർ ക്രിസ്തുവായിട്ട് അവസാന നാളുകളിൽ വരുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത്. And it says they went out from us, but they did not belong to us. അവർ നമ്മിൽ നിന്ന് വന്നതാണ്, പക്ഷെ നമുക്കുള്ളവരല്ല എന്നാണ് പറയുന്നത്. It is talking about those who are like in the church. They've been in the church for some time, but then they fall away. ഇവിടെ പറയുന്ന വ്യക്തികൾ ആരാണെന്ന് വെച്ചാൽ അവർ സഭയിൽ പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം പിന്നീട് അവർ അതിൽ നിന്ന് മാറിപ്പോയാണ്. And they deny the Father. They deny that Jesus the Son. അവർ പിതാവിനെ അവർ നിഷേധിക്കുന്നു, അവർ പുത്രനെ അവർ നിഷേധിക്കുകയാണ്. And even today we see there are many who have left the faith. Many who are prominent figures in the faith, who have who are vocal about the gospel, who have written books about the gospel and have now fallen away. നമുക്ക് പലരെയും കാണാൻ സാധിക്കും. അവർ വിശ്വാസം മുമ്പിൽ നിന്നവരായിരുന്നു. അവർ പല സുവിശേഷങ്ങൾ പറഞ്ഞ ബുക്കുകൾ എഴുതിയായിരുന്നു. അവരൊക്കെ ഇപ്പോൾ പിന്മാറ്റത്തിൽ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞവർ പോയവരുണ്ട്. Can you imagine that they've written books about the gospel? Some of them were worship leaders, were leading worship in the church, and now they have fallen away, saying that we no longer believe in this. അവർ സുവിശേഷത്തെ പറ്റി പല പുസ്തകങ്ങൾ എഴുതി. അവർ ആരാധന സമയങ്ങളൊക്കെയും അവർ ലീഡ് ചെയ്തവരായിരുന്നു. പക്ഷെ അവരതൊക്കെ ഉപേക്ഷിച്ച് അവർ ദൈവമില്ല എന്ന് പറഞ്ഞ് അവരതൊന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. That is a betrayal of Christ. അതാണ് ദൈവത്തെ ഒറ്റുകൊടുക്കുക എന്ന് പറയുന്നത്. And so we look into the life of Judas. We don't have so much that has been written about Judas. നമ്മൾ യൂദായുടെ ജീവിതം നോക്കുമ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. But we look at his life and we see that how easily even today we can have people in the same situation. പക്ഷേ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലും എത്ര പെട്ടെന്ന് തന്നെ ആൾക്കാർ ആ ഒരു സാഹചര്യം എത്തിച്ചേരുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. The first thing is that we look at the name Judas. നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ആ പേര് തന്നെ നോക്കാം, യൂദ. I think the Malayalam gives the right word. The English one is actually the derivative of the Greek Judas, but it means Judah. മലയാളമാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള വാക്ക്. അപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രീക്ക് പദത്തിന്റെ പരിഭാഷയാണ് വന്നിരിക്കുന്നത് യൂദ. And Iscariot is actually breakup of Ish and Cariot, meaning the man from the place called Cariot. ഇസ്കരിയോത്ത് എന്നുള്ളത് രണ്ടായിട്ടാണ്, ഇഷ് പിന്നെ കറിയോത്ത് എന്നാണ്. അതിനർത്ഥം കറിയോത്ത് എന്ന സ്ഥലത്തു നിന്നും വന്ന മനുഷ്യൻ എന്നാണ് അതിനർത്ഥം. And this place Cariot is actually, if you look, it's east of the Dead Sea. കറിയോത്ത് എന്നുള്ളത് ചാവുകടലിൽ നിന്നും കിഴക്കാണ്. And so Judas was the only disciple who was not a Galilean. The others were all Galileans. യൂദ മാത്രമാണ് ഗലീലക്കാരൻ
അല്ലാതിരുന്നത്. ബാക്കി എല്ലാവരും ഗലീലിൽ നിന്നുള്ളവരായിരുന്നു. And what is the meaning of the name Judas or Judah? യൂദ അല്ലെങ്കിൽ യൂദാസ് എന്നതിന്റെ അർത്ഥം എന്താണ്? Judah just means God be praised, or praise God. ദൈവത്തിന് സ്തുതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. That is the meaning of his name, praise God. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം എന്നുള്ളത് ദൈവത്തിന് സ്തുതി എന്നാണ്. When today it's praise the Lord is every nook and corner everybody says that. Praise the Lord, brother. ഇപ്പോൾ നമുക്ക് പലയിടത്തും എല്ലാവരും പറയുന്നത് കേൾക്കാം, പ്രൈസ് ദി ലോർഡ് സഹോദര എന്ന് പറയാം. When we hear praise the Lord, we think, oh, okay, this person is a believer. നമ്മൾ അത് കേൾക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരും ആ ആള് ഒരു വിശ്വാസിയാണ്. In North India we say Jai Masihi. നോർത്ത് ഇന്ത്യ നമ്മൾ പറയാറുണ്ട് ജയ് മസീഹി. So when we were in the north, we were also very happy to hear Jai Masihi. Some villagers come and say Jai Masihi. നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോൾ അവിടെയുള്ള വില്ലേജിലുള്ളവർക്ക് നമ്മളോട് ജയ് മസീഹി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. But then when we know the lives, we realize that not all the praise the Lord and Jai Masihi is genuine. നമ്മൾ അവരുടെ ജീവിതം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ ഈ പറയുന്ന ജയ് മസീഹി എന്ന് പറയുന്ന എല്ലാവരുടെയും ജീവിതം ഒന്നും അത്ര നല്ലതല്ല എന്ന്. In fact, in the mission hospital, when we hear Jai Masihi, it's usually the next thing will be, can you give me some concession? നമ്മൾ മിഷൻ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ ജയ് മസീഹി എന്ന് ആദ്യം കേട്ടതിന് ശേഷം പിന്നീട് നമുക്ക് കേൾക്കുന്ന എന്തെങ്കിലും കുറച്ച് പൈസ കുറച്ച് തരാമോ എന്നാണ് പിന്നീട് പറയുന്നത്. So that is when Judas is walking around, he's walking around with this name saying praise be to God. That's his name. യൂദ നടക്കുന്ന സമയത്ത് യൂദയുടെ പേരിന് അർത്ഥം എന്നുള്ളത് ദൈവത്തിന്റെ സ്തുതി എന്നാണ്. The second thing was he was walking in the company of God, Jesus and godly people. താൻ നടന്നുകൊണ്ടിരുന്നത് ആരുടെ കൂടെയാണെന്നാണ് പിന്നീട് കാണുന്നത്. അത് യേശു കർത്താവിന്റെ കൂടെ, അതുപോലെ തന്നെ യേശു കർത്താവ് വിശ്വസിക്കുന്നവരുടെ കൂടെ ആയിരുന്നു താൻ കടന്നുകൊണ്ടിരുന്നത്. In fact, Jesus, when we read in Luke, it says that Jesus prayed all night. All night Jesus prayed. In the morning he chose the 12. Lot of disciples were there, and from the 12, all the disciples, Jesus chose 12. യേശു കർത്താവ് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ചെയ്തത് താൻ ഒരു ദിവസം മുഴുവൻ താൻ രാത്രി പ്രാർത്ഥിച്ച് ശേഷമാണ് താൻ ആ ഒരു വലിയ കൂട്ടം ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ താൻ തിരഞ്ഞെടുത്തത്. Can you imagine that many disciples following Jesus and Jesus saying, I'm going to choose 12, and everybody is standing eagerly and Jesus is choosing, and from that Judas is also chosen. ചിന്തിച്ചു നോക്കിയേ, യേശു കർത്താവിന് മുമ്പ് വലിയൊരു കൂട്ടം ശിഷ്യന്മാർ നിൽക്കുന്നു. അപ്പോൾ യേശു കർത്താവ് ഓരോരുത്തരായിട്ട് അങ്ങനെ 12 പേരെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അതിൽ നിന്ന് യൂദായെ തിരഞ്ഞെടുത്തു. And there was nobody who objected, saying, you chose Judas, this useless fellow you chose. Nobody said anything. ആരും അതിനെ എതിർത്തില്ല. നീ യൂദായെ തിരഞ്ഞെടുത്തു, അയാളൊന്നും കൊള്ളത്തില്ല, അങ്ങനൊന്നും ആരും പറഞ്ഞില്ല. Meaning, looking at his life, you'd say that he looks like a genuine, godly person. പക്ഷെ ജീവൻ നോക്കുമ്പോൾ, പുറത്തു നോക്കുമ്പോൾ അത് ഒരു നല്ലൊരു വിശ്വാസിയായിട്ടുള്ള ആളാണെന്ന് നമുക്ക് തോന്നും. And all these disciples have left everything to follow Christ. മാത്രമല്ല ഈ ശിഷ്യന്മാരെല്ലാരും തനിക്കുള്ള എല്ലാം ഉപേക്ഷിച്ചാണ് യേശു കർത്താവിനെ പിൻപറ്റിയത്. No, without that you can't be a disciple, because you have to be with Jesus 24/7. It's not that Judas was going in between and then coming for half an hour. He was with Jesus 24/7. He had to leave everything to be there with Jesus. യേശു കർത്താവിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അവർ എല്ലാം ഉപേക്ഷിച്ച് യേശു കർത്താവിനോട് കൂടെ വരികയാണ്. 24 മണിക്കൂറും 7 ദിവസവും അങ്ങനെ എല്ലാ സമയത്തും യേശു കർത്താവിന്റെ കൂടെയാണ്. അല്ലാതെ യൂദ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് പിന്നെ തിരിച്ച് 6 മണിക്കൂർ വന്നിട്ട് പിന്നെ തിരിച്ചു, അങ്ങനെയില്ല. മുഴുവൻ സമയം യേശു കർത്താവിന്റെ കൂടെയാണ്. And then we see the actions that he did. എന്നിട്ട് നമുക്ക് കാണാൻ സാധിക്കും താൻ എന്തൊക്കെ പ്രവർത്തികളാണ് നമ്മൾ ചെയ്തത്. There was externally there was nothing that even Judas was doing as a disciple that was strange or different from the others. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ യൂദയുടെ പ്രവൃത്തിയോ പെരുമാറ്റമോ ഒന്നും മറ്റ് ശിഷ്യന്മാരെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. When the Bible says that Jesus sent out the disciples, he sent them out and they went and they came back healing, casting out demons,
he was there among them. യേശു കർത്താവ് ശിഷ്യന്മാരെ താൻ പുറത്തേക്ക് വിട്ട എല്ലാവരും സൗഖ്യം കൊടുക്കാനും ഭൂതങ്ങൾ ഓടിക്കുവാനായിട്ടും അധികാരം കൊടുത്തപ്പോൾ യൂദയും ഇതെല്ലാം ചെയ്തിട്ട് തിരികെ വരികയാണ് ചെയ്യുന്നത്. There's no note of anything saying that, but Judas was not able to, or so the others were looking and saying, what is wrong with this fellow? നമ്മൾ ബൈബിളിൽ കാണുന്നില്ല യൂദയ്ക്ക് ഇത് നടന്നില്ല, അല്ലെങ്കിൽ യൂദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ആരെങ്കിലും പറയുന്നതായിട്ടൊന്നും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നില്ല. And when Jesus, said, one of you will betray me, they were all confused. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റ കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും സംശയമായി. Now in a classroom, say everybody is, all the children are good children, but there's one child who's a notorious one, who's breaking things, shouting, and then one day the principal comes to the class saying that somebody has stolen the notebooks, or one student has been caught stealing the question paper. There's one notorious fellow in the class, everybody will look at that person. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു ക്ലാസ് നോക്കുമ്പോൾ ക്ലാസ്സിൽ എല്ലാം നല്ല കുട്ടികൾ, പക്ഷെ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ല കുട്ടികളാണ്. അപ്പോൾ ഒരു ദിവസം പ്രിൻസിപ്പൽ വന്ന് പറയുകയാണ്, ഇതിൽ ക്ലാസ്സിലെ ഒരു കുട്ടി ചോദ്യ പേപ്പർ മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും മനസ്സിലാവും ആരാണ്. ആ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം വിരോധി കാണിക്കുന്നതുകൊണ്ട് ആ ക്ലാസ്സിലുള്ള ബാക്കി എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും ആരാത് ചെയ്തതെന്ന്. Judas was a notorious fellow. When Jesus says, one of you will betray me, all will look at Judas. യൂദയായിരുന്നു അവിടുത്തെ അതുപോലെ ആ മോശമായിട്ടുള്ള വ്യക്തിയെങ്കിൽ യേശു കർത്താവ് പറയുക, എന്നെ ഒറ്റ കൊടുക്കുന്ന ഇവിടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും യൂദയായിരിക്കും നോക്കുന്നത്. Judas was just like them. They were not asking, they were all, no, is it me? Nobody suspected, Judas would do it. ശരിക്കും ആരും യൂദയെ സംശയിച്ചില്ല. യൂദയും അവരെ പോലെ തന്നെ ജീവിച്ചിരിക്കുന്നവർ, അതുപോലെ തന്നെ പ്രവൃത്തി ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാം സംശയം ഞാനാണ് എന്തായിരുന്നു അവരെല്ലാവരും സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത്. In fact, he was, the treasurer of the group. He had an added responsibility. He was selected to be the treasurer of the group. യൂദായിക്കാണെങ്കിൽ അതൊരു പിന്നെ കുറച്ചും കൂടെ പല സാമ്പത്തിക കാര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. Usually when we'll choose the one with most integrity and a trustworthy person we'll choose as the treasurer. നമ്മൾ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ആളെന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആളായിരിക്കും. And then he spoke also like all the good things. When Mary broke that perfume, he was like, couldn't this have been sold and given to the poor? Very noble things he was talking about. യൂദായും പല നല്ല കാര്യങ്ങളും പറയാനിടയായി തീർന്നു. മറിയ ജഡമാംസ തൈലം അത് പൊട്ടിച്ചപ്പോൾ യൂദ പറഞ്ഞത് അത് ആ തൈലം അത് വിറ്റിട്ട് പൈസ ദരിദ്രർക്ക് കൊടുത്തുകൂടെ എന്നാണ് യൂദ പറഞ്ഞത്. And on the day of betrayal, when he betrayed Jesus, what does Jesus call him? അങ്ങനെ യൂദ ഒറ്റ കൊടുക്കുന്ന സമയത്ത് ആ ദിവസത്തിൽ യേശു കർത്താവ് യൂദ എന്താണ് വിളിച്ചത്? Jesus says friend. He called him friend. സ്നേഹിത with a kiss. സ്നേഹിത എന്നാണ് വിളിച്ചത്. എന്നെ ചുംബൻ തന്ന് ഒറ്റ കൊടുക്കുക, സ്നേഹിത എന്നാണ് വിളിച്ചത്. All these things were there. No one would ever suspect that this here is the betrayer. ആർക്കും യൂദയായിരുന്നു ആ ഒറ്റ കൊടുക്കാൻ പോകുന്ന ആളെന്നുള്ള അവർക്ക് ആർക്കും ഒരു സംശയമുണ്ട്. അവർക്ക് സംശയമേ തോന്നിയില്ല യൂദയായിരുന്നു ചെയ്യാൻ പോകുന്നത്. Somebody with a name that glorified God, somebody who was always in the company of believers, somebody who always was seen doing the right things. Nobody would have suspected that this person is the one who will be the betrayer. ദൈവത്തിൽ സ്തോത്രം എന്ന പേരുള്ള വ്യക്തി, ദൈവത്തിന്റെ കൂടെ മുഴുവൻ സമയം ചെലവഴിച്ചിരുന്ന വ്യക്തി, ഈ വ്യക്തി യേശു കർത്താവിനെ ഒറ്റ കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. What was the difference then? What was it that was wrong?
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് തെറ്റ് സംഭവിച്ചത്? Now, John chapter 12, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം, same portion where Mary broke the perfume. John chapter 12, we'll read verses 4 to 6. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യം നോക്കാം. അവിടെ മറിയ ആ തൈലം പൊട്ടിക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ എന്റെ ശിഷ്യന്മാർ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാസ് ഇസ്കറിയോത്താവ് ഈ തൈലം 100 വെള്ളിക്കാശ് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ ഞാൻ എന്താന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടില്ല. അവൻ കള്ളനായതുകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാക്കാൻ അതിലിട്ടത് എടുത്തു വന്നുകൊണ്ടും അത്രേ പറഞ്ഞു. This talks about, the main issue with Judas was the issue of his heart. യൂദയുടെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ തന്റെ മനസ്സിന്റെ ആ ഒരു പ്രശ്നമായിരുന്നു. Judas in his heart was a thief. യൂദ തന്റെ മനസ്സിൽ താൻ ഒരു കള്ളനായിരുന്നു. Externally everything looked fine, but within him, was one whose heart was not devoted to Christ, but his heart was devoted to greed. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ യൂദ നല്ലൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ തന്റെ ഉള്ളം കൊണ്ട് താൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ആയിരുന്നില്ല. തന്റെ മനസ്സ് ശരിക്കും ആ പണത്തിനുള്ള ആർത്തിയോടായിരുന്നു. I wonder how he felt when Jesus said those words. No one can be devoted to two masters. You either love one and hate the other. രണ്ട് യജമാനന്മാരെ സേവിക്കുവാനായിട്ട് കഴിയില്ല എന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ എന്തായിരിക്കും യൂദയുടെ മനസ്സെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. So although he had left everything, although Judas externally had left everything, his heart, still had an idol within. യൂദ താൻ പുറമേ നോക്കുമ്പോൾ താൻ എല്ലാം ഉപേക്ഷിച്ചുവെങ്കിൽ പോലും തന്റെ മനസ്സിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. And it all starts there where we have kept idols in our heart. അതുകൊണ്ട് ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരു വിഗ്രഹം വെക്കുമ്പോഴാണ്. And we have to be careful to destroy these idols in our heart. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഈ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് കളയുന്നതിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കും. Otherwise, what will happen is very soon, these idols will slowly start becoming more and more prominent in our heart. നമ്മൾ അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഈ വിഗ്രഹങ്ങൾ അതിന് ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. And slowly, how did it start from him? He started by, stealing little from the money which was kept. The money box, he used to steal little. And then finally it became something which was totally uncontrollable. നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയെന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് തുടങ്ങിയെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പണസഞ്ചിയിൽ നിന്ന് ചെറിയ കാശ് എടുത്തു തുടങ്ങി അത് പിന്നെ വലിയ തെറ്റിലേക്കാണ് അത് അവസാനം എത്തിച്ചത്. Recently in the news there was I think it was in Bihar, where there was the story of this boy who was doing MBBS. He got in for MBBS, but he was caught writing the MBBS exam for his younger brother. Entrance exam for him. നമ്മൾ ന്യൂസിൽ കണ്ട ഒരു വാർത്തയാണ്. അത് ബീഹാറിലെ ഒരു MBBS പഠിക്കുന്ന ഒരു വ്യക്തി തന്റെ അനിയന് വേണ്ടി അത് എൻട്രൻസ് എക്സാം എഴുതാനായിട്ട്. It's like you would have thought, oh, now he's become an MBBS student, he'll be, inside that dishonesty, everything has not gone, it's still there in the heart. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ MBBS വ്യക്തി അല്ലേ, അതുകൊണ്ട് എളുപ്പമായിരിക്കും എന്ന് ചിന്തിച്ചാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ പുറമേ നോക്കും നല്ലതായിരിക്കും, പക്ഷെ ഉള്ളിൽ എപ്പോഴും ആ ഒരു കള്ളത്തരമുണ്ട്. It's like, you think that if I train someone, that is going to, if you train someone, if something else is in that heart, you will only become bigger in that. നമ്മൾ എത്ര പരിശീലിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. If you train a petty thief to work in the railways, from stealing that small thing, he'll start stealing the railway track or some parts of the engine. നമ്മൾ ഒരു ചെറിയൊരു മോഷ്ടാവിനെ നമ്മൾ റെയിൽവേയിലെ ജോലി വെക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ഒന്നുകിൽ റെയിൽവേ ട്രാക്ക് അടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എഞ്ചിന്റെ എന്തെങ്കിലും കൂലിക്കും. So the problem with Judas is it's in the heart. It's in the heart. അതുകൊണ്ട് തന്നെ യൂദയുടെ പ്രശ്നം ഉള്ളത് ശരിക്കും തന്റെ ഹൃദയത്തിലായിരുന്നു. And
one thing leads to another. It says that our what is in our heart slowly becomes a habit for us. And then our habit becomes our character, and that becomes our destiny. ഒരു കാര്യം മറ്റൊരു കാര്യത്തിലേക്കാവും. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ശീലമായി മാറും. ആ ശീലം പിന്നീട് നമ്മളുടെ ആ ഒരു അവസ്ഥയായി മാറും. Like someone drinks alcohol. But what do you call someone who drinks alcohol daily? Drunkard. So it becomes his then character, and that becomes his destiny. നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തി, കള്ളു കുടിക്കുന്ന വ്യക്തി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആളെ കള്ളുകുടി എന്ന് പറയും. അപ്പോൾ ആ സ്ഥിരം ചെയ്യുന്ന ആ പ്രവൃത്തി അത് തന്റെ അതായി മാറി, തന്റെ ആ ഒരു ജീവിതം അതായി മാറി. But it all started with that craving, the desire of the heart. അത് എങ്ങനെയാണ് തുടങ്ങുന്നത്? അത് ആ മനസ്സിന്റെ ആഗ്രഹത്തിൽ നിന്നാണ് അതെല്ലാം തുടങ്ങുന്നത്. And then it reaches a stage where it affects your judgment. അത് ഒടുവിൽ അത് നമ്മളുടെ ചിന്താശേഷിയെ പോലും അത് അഫക്ട് ചെയ്യാൻ തുടങ്ങും. There's a verse from Proverbs chapter 18 verse 1. നമ്മൾക്ക് സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം 1 വാക്യം നമുക്ക് നോക്കാം. It says, "He who isolates himself pursues selfish desires. He rebels against all sound judgment." നമ്മളിവിടെ കാണുന്നത്, കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. What Judas did was, it was something totally like didn't make sense. Why? Because he was controlled by that the desire of his heart for greed, that he did something which was against all sound judgment. നമ്മൾ യൂദയുടെ ജീവൻ നോക്കുവാണെങ്കിൽ തന്റെ ആഗ്രഹം കാരണം, തന്റെ മനസ്സിന്റെ ആ ഒരു ആഗ്രഹം കാരണം താൻ കറക്റ്റായിട്ടുള്ള നേർവഴി അല്ലാത്ത കാര്യങ്ങളാണ് താൻ അവിടെ എല്ലാം ചെയ്തത്. And it's only after he got that 30 pieces of silver and he's seeing what is happening to Jesus that he realizes the wrong that he's done. 30 വെള്ളിക്കാശ് ലഭിച്ചപ്പോൾ യേശു കർത്താൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് താൻ എന്ത് വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് തനിക്ക് മനസ്സിലാവാനിടയായി. It says Matthew chapter 27 verse 3 and 4. Matthew 27 verse 3 and 4. When Judas, who had betrayed him, saw that Jesus was condemned, he was filled with remorse and returned the 30 pieces of silver to the chief priests and elders. "I have sinned by betraying innocent blood," he said. 27 മത്തായി സുവിശേഷം 27 അധ്യായം 3-4 വാക്യം നോക്കുമ്പോൾ, അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂദ കണ്ട് അനുദപിച്ചു. ആ 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മുഖ്യന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു, അത് ഞങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക എന്ന് അവർ പറഞ്ഞു. He says, he's confessing, "I have sinned." That wrong that he did, at that point his judgment is grounded. But later even he realized that in my craving for the desire of heart, I have done something wrong. I have gone against all sound judgment. തനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് മനസ്സിലായി താൻ വലിയൊരു തെറ്റ് താൻ ചെയ്തു എന്നുള്ളത്. തന്റെ ആ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ഫോളോ ചെയ്തു അതിനുവേണ്ടി പോയപ്പോൾ തനിക്ക് മനസ്സിലായി താൻ വലിയൊരു തെറ്റ് താൻ അത് ചെയ്തു, താൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് താൻ അനുദപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And that happens to us when we follow the idol in our heart, and then we do things which we don't desire to do, but that at that moment that craving, the longing, you do that, and then once it's done, and then later you feel remorseful and you say, "Oh, I have sinned. I don't know. I don't understand how I got there." നമ്മളുടെ ഉള്ളിലെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ ആ ആഗ്രഹത്തിനുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴാണ് നമുക്കൊരു ചിന്ത വരുന്നത്, നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ചിന്ത വരും. നമ്മൾ അങ്ങനെ ദുഃഖിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. Yeah, then we become sorrowful, and then
and then Satan plays on that and makes us feel guilty, worthless, and we go even farther away from God. നമ്മളങ്ങനെ ആ ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് നമ്മളുടെ മനസ്സിന്റെ ആഗ്രഹം അത് നമ്മൾ ഫോളോ ചെയ്ത് അത് നമ്മൾ ചെയ്ത് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തിട്ട് പിന്നീട് നമ്മൾക്ക് ആ ഒരു സങ്കടം തോന്നുമ്പോൾ സാത്താനും അതിന്റെ മേലിൽ നമ്മളെ പിന്നെ സങ്കടപ്പെടുത്തും. അങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോവുകയാണ് ചെയ്യുന്നത്. And just think about, compare this, Judas and Peter. നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് യൂദായെയും പത്രോസിനെയും നമുക്ക് താരതമ്യപ്പെടുത്തുന്നതാണ്. Judas betrayed Jesus one time. Peter denies 3 times. യൂദ യേശു കർത്താവിനെ ഒരു തവണ ഒറ്റുകൊടുത്തു. പത്രോസ് 3 തവണ താൻ ഡിനൈ ചെയ്തു. Now of course we can argue that betraying is worse than denying. നമുക്ക് ഒറ്റുകൊടുക്കുന്നത് അങ്ങനെ ഡിനൈ ചെയ്യുന്നതിനെക്കാട്ടും വലിയൊരു തെറ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ ആർഗ്യൂ സമ്പാദിക്കാം. But again, denying Jesus 3 times, that's for a disciple who claimed that he will never do it. He will go to the end and die for Jesus. That was a very big thing. എന്നാലും യേശു കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് എന്ന് പറഞ്ഞ ഒരു ശിഷ്യൻ ഇങ്ങനെ 3 തവണ തള്ളി പറഞ്ഞത് അത് വലിയൊരു കാര്യം തന്നെ, വലിയൊരു തെറ്റ് തന്നെയാണ്. But we see that both their lives end in a very different way. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ രണ്ടുപേരുടെ ജീവിതം 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവസാനിച്ചത്. Judas hangs himself, whereas we see that Peter becomes one of the pillars of the church. യൂദ താൻ തൂങ്ങി മരിക്കാൻ ഇടയായി തീർന്നു. പക്ഷെ പത്രോസോ ആ സഭയുടെ ഒരു നെടുംതൂണായിട്ട് മാറാൻ ഇടയായി തീർന്നു. What was the difference? അതിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? The difference was the encounter with the risen Christ. ആ ഒരു വ്യത്യാസം എന്നുള്ളത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയാണ്. What turned life around for Peter was his encounter with the risen Christ. പത്രോസിന്റെ ജീവിതം മാറുവാനായിട്ട് ഇടയായി തീർന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടതാണ്. I wonder if Judas had just stayed on for some more time and then crying, waiting, weeping, broken, and Jesus, if he had come to him. ഞാൻ ചിന്തിക്കുകയായിരുന്നു, യൂദ അല്പസമയം കൂടെ കാത്തിരിക്കുകയാണെങ്കിൽ, താൻ കരഞ്ഞും വിഷമിച്ചും താൻ അവിടെ ഒരു അല്പസമയം കൂടെ കാത്തിരിക്കുകയാണെങ്കിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ചിലപ്പോൾ തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. Things would have been different. അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് യൂദയുടെ ആ അവസ്ഥ കുറച്ചുകൂടെ വ്യത്യാസമാകുമായിരുന്നു. 2 Corinthians 7 verse 10. 2 കൊരിന്ത്യർ 7 അധ്യായം 10 വാക്യം നമുക്ക് നോക്കാം. ദേഹപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്ക് ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. The 2 types of sorrow, godly sorrow and worldly sorrow. ഇവിടെ 2 രീതിയിലുള്ള ആ ദുഃഖത്തെ കാണാൻ സാധിക്കും. ഒന്ന് ദൈവത്തിൽ നിന്ന് ഉള്ള ആ ഒരു ദുഃഖം, അതുപോലെ മറ്റൊന്ന് ലോകത്തിന്റെ ദുഃഖം. And what Peter experienced was that godly sorrow, where it led to repentance. പത്രോസ് അനുഭവിച്ച ദുഃഖം എന്നുള്ളത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖമായിരുന്നു. അത് അനുതാപത്തിലേക്ക് എത്തിച്ചേരാനിടയായി. And where he knew that through his encounter with Jesus that there is a turning around, there is repentance, there is always a coming back. യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി തനിക്ക് തിരികെ പോകാനായിട്ടുള്ള തിരിച്ചുവരവിനുള്ള ഒരു തനിക്ക് സാധിക്കുമെന്നുള്ള കാര്യം തനിക്ക് മനസ്സിലാക്കാനിടയായി. But Judas condemned himself, saying that there is no point of return. പക്ഷെ യൂദ ചെയ്തത് താൻ സ്വയം ചിന്തിച്ച് ഇനിയും തനിക്ക് ഒന്നും ചെയ്യുവാനില്ല, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് താൻ സ്വയം വിചാരിച്ചു. Sometimes in sin we can condemn ourselves, saying that there is no point of return, I will always be like this, there is no changing, there is no repenting. നമ്മളുടെ പാപം മൂലം നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഇനിയും എന്നേക്കുമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഇനി ഒരിക്കലും തിരികെ ആ പഴയ അവസ്ഥയിലേക്ക് പോകാൻ എത്താൻ പറ്റുകയില്ല എന്ന് നമ്മൾ പാപത്തിന്റെ അവസ്ഥയിൽ നാം സ്വയം പറയാനിടയാണ്. But
when we come in our brokenness, when we come before God, He says He would not despise a broken heart. When we come, and when God brings in godly sorrow, there will be repentance and turning back. നമ്മൾ തകർന്ന മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവം ഒരിക്കലും തകർന്ന മനസ്സിന് ഇഷ്ടപ്പെടാത്തൊരു ദൈവമല്ല. പകരം ദൈവം നമുക്ക് ദേഹഹിത പ്രകാരമുള്ള രീതിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായിത്തീരും. And then after that, Jesus didn't want Peter to go back, again to that same problem, that issue that he was facing. അതിനുശേഷം ദൈവത്തിന് യേശു കർത്താവിന് പത്രോസ് തന്റെ ആ പഴയ അവസ്ഥയിലേക്ക് പിന്നെയും പോകുന്നതിനോട് ദൈവത്തിന് ഒരു താല്പര്യമില്ല. That's why he asks him one simple question: Simon, do you love me more than these? അതുകൊണ്ടാണ് യേശു കർത്താവ് പത്രോസിനോട് ചോദിച്ചത്, ശീമോനെ, നിനക്ക് ഇതിനേക്കാളെല്ലാം എന്നോട് സ്നേഹമുണ്ടോ? John 21 verse 15, when Jesus is restoring Peter back, he asks him this question 3 times, for the 3 times that he denied. Simon, son of Jonah, do you love me more than these? അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21-15 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്, ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട് 3 പ്രാവശ്യം. അതുകൊണ്ടാണ് യേശു കർത്താവ് ചോദിച്ചത്. That is the only way to move forward, is when we have a love for Christ that supersedes every other love. ഇതേ ഉള്ള ഒരു മാർഗം എന്നുള്ള, നമുക്ക് യേശു കർത്താവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളുടെ സ്നേഹത്തെ കാണും വലുതായിരിക്കും യേശു കർത്താവിനുള്ള സ്നേഹം. I think for Peter the issue was that he loved himself more than everything else. പക്ഷെ എനിക്ക് തോന്നുന്നത് പത്രോസിന്റെ ആ ഒരു ഭാഗത്തിന്റെ തെറ്റെന്താണെന്ന് വെച്ചാൽ പത്രോസിനെ ആയിരുന്നു മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. Others will deny you, others will do this, but I will never do this. It's me, I am the strong one. പത്രോസ് പറഞ്ഞത്, ഞാൻ ബലമുള്ള ആളാണ്, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല, മറ്റാരെയും തള്ളിക്കളഞ്ഞ ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്നാണ്, ഞാനാണ് ബലവാനായിട്ടുള്ള ആള് എന്നാണ് പത്രോസ് പറഞ്ഞത്. It is only the wholehearted love for Jesus which will see us through. ദൈവത്തോടുള്ള ആ പൂർണ്ണ മനസ്സോടുള്ള സ്നേഹം മാത്രമേ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാകുകയുള്ളൂ. And so may God help us to learn, not only from the life of Peter but also from the life of Judas. അതുകൊണ്ട് തന്നെ പത്രോസിന്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, യൂദയുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും ഇതുപോലെ പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. How someone was so into all that was happening around Jesus, but whose heart was so far away. യേശു കർത്താവിന്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ വളരെയധികം അതിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മറ്റ് പല കാര്യങ്ങളിലും. But how his heart, how the idol of his heart slowly took a hold of him, and he did something which he later regretted completely. തന്റെ മനസ്സിലുണ്ടായിരുന്ന വിഗ്രഹം അതിന് ബലം പ്രാപിക്കുകയും തനിക്ക് താൻ തെറ്റാത്ത കാര്യം ചെയ്യാൻ താൻ പിന്നീട് അതിൽ ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And how he allowed that to push him into condemnation and the path of no return. ആ ഒരു ദുഃഖം തന്നെ ശിക്ഷ ഇനി തിരികെ വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തന്നെ എത്തിക്കാനായിട്ട്. But with godly sorrow, there is repentance and a coming back. പക്ഷെ ദൈവപ്രകാരമുള്ള ദുഃഖമാണെങ്കിലോ നമുക്ക് അതിൽ അനുതാപമുണ്ട്, ഒരു തിരിച്ചുവരവുണ്ട്. And a coming back to move away the idols of our heart and to be totally devoted to Christ. ആ തിരിച്ചുവരവ് നമ്മളുടെ ഉള്ളിലുള്ള ആ വിഗ്രഹങ്ങളെ മാറ്റുവാനായിട്ടും നമ്മുടെ മനസ്സ് മുഴുവനായിട്ടും ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടും ദൈവത്തിന് മാത്രം. കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് കേട്ട വചനത്തിൻ്റെ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ 2 വ്യക്തികളെ കർത്താവ് കാണുവാനിടയായി തീർന്ന കർത്താവേ, ഞങ്ങൾ യൂദായെയും ഞങ്ങൾ പത്രോസിനെയും കാണുവാനിടയായി തീർന്ന കർത്താവേ, ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവേ, യൂദായുടെ ജീവിതം നോക്കുമ്പോൾ കർത്താവേ, അങ്ങേക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പല റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത വ്യക്തിയാണ് കർത്താവേ. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സെൽഫിഷ് നീഡ്സിന് പുറകെ താൻ പോയപ്പോൾ കർത്താവേ,
തനിക്ക് കിട്ടിയ താൻ എങ്ങനെ അവസാനിച്ചു എന്ന് കർത്താവ് ഞങ്ങൾ കാണുന്ന കർത്താവെ. തനിക്ക് ആ ദുഃഖം കൊണ്ട് തന്റെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി കർത്താവെ. പക്ഷെ പത്രോസിന്റെ ജീവൻ നോക്കുമ്പോൾ കർത്താവ് അതുപോലെ പോയി എങ്കിൽ പോലും കർത്താവെ ആ തിരിച്ച അനുതാപത്തോടെ കർത്താവ് അങ്ങനെ മടങ്ങി വന്നായിട്ട് കർത്താവ് ഞങ്ങൾ കാണുന്ന കർത്താവെ. കർത്താവെ അത് ഞങ്ങൾക്കൊരു ശരിക്കും ഒരു വാണിംഗ് ആണ് കർത്താവെ. നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുള്ള ഐഡൽസിന്റെ ഞങ്ങളുടെ സ്വാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങളെ പുറകെ പോകുമ്പോൾ കർത്താവെ ഞങ്ങൾ കർത്താവ് അങ്ങയിൽ നിന്ന് കൂടുതൽ അകന്നു പോകുവാനായിട്ട് ഇടയാകുമെന്നുള്ള ഒരു വാണിംഗ് ആണല്ലോ കർത്താവ് തന്ന കർത്താവെ. ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് അങ്ങയുടെ ഗതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഥവാ കർത്താവെ ഞങ്ങളുടെ വീക്ക്നെസ്സിൽ കർത്താവെ ഞങ്ങൾ അഥവാ മാറിപ്പോയെങ്കിൽ കർത്താവെ ഞങ്ങൾക്കുള്ള ഒരു ആ പ്രോമിസ് എന്നുള്ളത് കർത്താവ്, ഞങ്ങൾക്കുള്ള ഒരു ബലം എന്നുള്ളത് കർത്താവ് ഞങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടെന്നാണ് കർത്താവെ. യുവതയ്ക്ക് മനസ്സിലാവാൻ പറ്റാതെ പോയ സത്യം കർത്താവ് ഞങ്ങൾക്കത് മനസ്സിലാവുന്ന കർത്താവ്. ഞങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ട് കർത്താവെ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല കർത്താവ്. ഞങ്ങൾ എന്നേക്കായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരല്ല. ഞങ്ങൾക്ക് ഒരു തിരിച്ചുവരവുണ്ടെന്ന് കർത്താവെ. ഞങ്ങളെ സ്വീകരിക്കുവാനായിട്ട് കർത്താവെ, ഞങ്ങൾ തകർന്ന മനസ്സോടുമ്പോൾ ഞങ്ങളെ രണ്ട് കൈയും കൊണ്ട് കർത്താവ് സ്വീകരിക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് കർത്താവ് ഞങ്ങൾ റിയലൈസ് ചെയ്യുന്ന കർത്താവെ. നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളോടുള്ള ആ സ്നേഹത്തിനായിട്ട് കർത്താവ്, ആ പേഷ്യൻസിനായിട്ട് കർത്താവ് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ ജീവിക്കുന്ന ജീവിതം കർത്താവെ അങ്ങ് തള്ളി പറഞ്ഞു, അങ്ങേ ഒറ്റിക്കൊടുത്ത് ജീവിക്കാതെ കർത്താവെ അങ്ങേക്ക് വിശ്വസ്തനായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാം, വിശ്വസ്തയായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവർ രണ്ട് ജീവിതം കർത്താവ് ഞങ്ങൾക്ക് എക്സാമ്പിൾ ആണല്ലോ കർത്താവെ. ഞങ്ങൾ യൂദയുടെ ജീവിതത്തിൽ നിന്നും കർത്താവെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കർത്താവെ, ഞങ്ങൾ 10 ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കർത്താവെ ഞങ്ങൾ കേട്ട് കർത്താവെ. അതെല്ലാം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കർത്താവെ അതിനിടയാക്കണമെന്ന് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ എല്ലാവരും കർത്താവെ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തുവാനായിട്ട് ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ കർത്താവ് ഞങ്ങൾ അവിശ്വസത വന്നെങ്കിൽ പോലും കർത്താവ് ഞങ്ങൾ പെട്ടെന്ന് കർത്താവ് തിരികെ വരുവാനും കർത്താവ് ദേഹൃതപ്രകാരമുള്ള അനുതാപം വരുവാനായിട്ടും കർത്താവെ അങ്ങയിലേക്ക് തിരികെ എത്തുവാനായിട്ടും തിരികെ കർത്താവ് സന്തോഷത്തിലേക്ക് അനുഭവത്തിലേക്ക് വരുവാനും കർത്താവ് ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ ആയിരിക്കുന്ന ആ സിറ്റുവേഷൻസിലൊക്കെയും കർത്താവ് ഞങ്ങളെ കാത്ത് സൂക്ഷിക്കണമെന്ന് കർത്താവെ. ആ സൗണ്ട് ജഡ്ജ്മെന്റ് കർത്താവെ, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വഴികൾ തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ തന്നെ കർത്താവ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ബലഹീന മനസ്സിലാണ് കർത്താവെ. ഞങ്ങൾ വീഴുവാൻ ചാൻസ് ഉണ്ട് കർത്താവെ. എന്നാൽ പോലും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം കർത്താവ് ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം കർത്താവ്. ഞങ്ങൾ അഡ്വൈസ് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മൻ നടത്തിപ്പ് കർത്താവെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഈ വചനത്തിൽ നന്ദി പറയുന്ന കർത്താവെ. അത് ഷെയർ ചെയ്യാൻ തോമസായ കർത്താവെ സഹായിച്ചിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരായി തീരുവാനായിട്ട് കർത്താവെ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രാർത്ഥന എന്ന സ്വപ്നമില്ല യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കേട്ട വചനങ്ങൾ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും മേലും എപ്പോഴും ഉണ്ടാകും.